ഹായ്, നമ്മൾ ഇന്നൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തി ഡ്രിങ്ക് ആണോ അതോ അൺഹെൽത്തി ഡ്രിങ്ക് ആണോ എന്ന് നിങ്ങൾ തന്നെ പറ. അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ എന്നുള്ളതിൻ്റെ കാരണം വീഡിയോയുടെ ലാസ്റ്റ് പറയാവേ, അത് കാരണം ലാസ്റ്റ് വരെ കേൾക്കണേ. ഇത് തയ്യാറാക്കുന്നതിനായി 5 പഴവും 1 കപ്പ് അവലും കുറച്ച് കപ്പലണ്ടിയും കൂടെ കുറച്ച് ബദാമും പിന്നെ ബൂസ്റ്റും പാലും പഞ്ചസാരയുമാണ് വേണ്ടത്. ഇൻഗ്രീഡിയൻസ് കേട്ടപ്പോൾ തന്നെ ഏകദേശം ഡ്രിങ്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് പഴത്തിന്റെ തൊലി പൊളിച്ചെടുക്കാം. ഇവിടെ കാഷ്യൂനട്ട് വേണമെങ്കിലും എടുക്കാം. ഞങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സ് ആയാലും എടുക്കാം. ഞങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് തീർന്നു പോയി. അങ്ങനെ എല്ലാ പഴത്തിൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ട്. ആ പഴമെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഒരു ജാറിലേക്ക് കുറച്ച് അവിലും ബദാമും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കുക, പൊടിയാക്കരുത്. ഇത് നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ക്രഷ് ചെയ്തെടുത്തപ്പോൾ ബദാം പൊടിഞ്ഞില്ല, അത് കാരണം ഒന്നും കൂടി ക്രഷ് ചെയ്യാം. നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം, ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പഴം ചെറിയ കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ പഴമെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ജാറിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് പഴവും 2 ടീസ്പൂൺ ബദാമും 2 ടീസ്പൂൺ കപ്പലണ്ടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിടി അവിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യാം. ബൂസ്റ്റിൻ്റെ അളവ് കൂട്ടിയാൽ ഡ്രിങ്കിൻ്റെ കളറ് ബ്രൗണിഷ് നിറമാകും. ഈ ഡ്രിങ്കിന് തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഞങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? പഴം നട്ട്സിൻ്റെയും പാലിൻ്റെയും ഒപ്പം അടിച്ചെടുക്കുമ്പോൾ നട്ട്സിൻ്റെയും പാലിൻ്റെയും ഗുണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതാണ് പറഞ്ഞത് അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ. ഇവിടെ പഴം മാറ്റി ബാക്കിയെല്ലാം അടിച്ചെടുത്ത് കുടിക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. പഴമിട്ട് അടിച്ച് കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കല്ലേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് ആയാലും മതി. അടിച്ചെടുത്ത ഡ്രിങ്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി തീരുന്നത് വരെ ഇനി നമുക്ക് ഇതിങ്ങനെ അടിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാമെന്നറിയാം, ഞങ്ങളുണ്ടാക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. പഴം മാറ്റി അവലിൻ്റെ അളവ് കൂട്ടിയാലും മതി, ഒരു ഡ്രിങ്ക് ആവും. പിന്നെ ഓട്സ് ആയാലും ചേർക്കാം. ഇവിടെ ഞങ്ങൾക്ക് പഴമിട്ടടിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാം അടിച്ചെടുത്തു. ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ 4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 4 പേരേ ഉള്ളൂ. ഇനി ഈ 4 ഗ്ലാസ്സിലേക്കും നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബദാമും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. അവലും കൂടി ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ രീതിയിൽ ചെയ്തന്നേ ഉള്ളൂ. ഐസ്ക്രീം വേണമെങ്കിൽ ചേർക്കാം, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മറ്റു വീഡിയോസ് കണ്ട് ആ വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ കയ്യിൽ ചോക്കോ റോൾസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടി. അതിൻ്റെ ശരിക്കത്തെ പേരെന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നല്ല ഭംഗിയുമില്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.